Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർഡുയിനോ നാനോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പിയാനോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആർഡുയിനോ എടുത്തിട്ട് ബ്രെഡ് ബോർഡിൽ ഫിക്സ് ചെയ്യാം. ഇത് 8 ഓം 0.5 വാട്ടിന്റെ സ്പീക്കറാണ്. ഇതിന്റെ പോസിറ്റീവിൽ ഞാനൊരു ഓറഞ്ച് വയറും നെഗറ്റീവിൽ ഒരു ബ്ലാക്ക് വയറും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് വയർ നമുക്ക് D9 പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ഗ്രൗണ്ടുമായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ടോൺ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂൺ അതേപോലെ തന്നെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒറിജിനൽ കോഡ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ച് ബട്ടൺ സ്വിച്ചസ് നമുക്കിനി വേണം. അത് ഓരോന്നായി നമുക്ക് ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ വെക്കാം. ഇതൊരു 1 കിലോ ഓംസിന്റെ റെസിസ്റ്റർ ആണ്. ഇത് GND ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ മറ്റേ എൻഡ് ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒരു ജമ്പർ വയർ എടുത്തിട്ട് D2 പിന്നിലോട്ടും ബട്ടൺ സ്വിച്ചിലോട്ടും ഇങ്ങനെ കണക്ട് ചെയ്യാം. വേറെ ഒരു ജമ്പർ വയർ സ്വിച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അത് റെസിസ്റ്ററിന്റെ ഈ സൈഡുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിയാനോയുടെ ഫസ്റ്റ് കീ. അപ്പോൾ ഇതുപോലെ നമുക്ക് ടോട്ടൽ 8 കീസ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ D2 മുതൽ D10 വരെയുള്ള പിൻസ് ആണ് നമ്മുടെ പിയാനോയുടെ കീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ D9 ഇല്ല. D9ൽ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ D2 മുതൽ D10 വരെയുള്ള എല്ലാ പിൻസിലും നമുക്ക് ഇങ്ങനെ ഓരോരോ ബട്ടൺ സ്വിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി ഈ സ്വിച്ചിന്റെ എല്ലാം ഓപ്പോസിറ്റ് സൈഡ് GND ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് പവർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ USB കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ റെക്കോർഡ് ആൻഡ് പ്ലേ ഫീച്ചർ കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്വിച്ച് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉള്ള സ്വിച്ചാണ്. അതിന് ഞാൻ D11 പിന്നാണ് യൂസ് ചെയ്യുന്നത്. D12 പിന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ. സ്വിച്ചിന്റെ ബാക്കി പിന്നെല്ലാം പഴയ പോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. ഇനി ഇതിന്റെ പുതിയ കോഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ കോഡ് ഞാൻ ചെറിയൊരു പ്രൈസിന് എൻ്റെ വെബ്സൈറ്റിൽ സെയിലിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്ക്. അപ്പോൾ ഇതിന്റെ എല്ലാ കണക്ഷൻ ഡയഗ്രാംസും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ഈ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.